ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് കണ്ടുപിടിക്കുന്നതിലോട്ട് പോകാം. സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചിട്ട് നമ്മൾ മെട്രിക്സിലോട്ട് പോവുകയാണേ. ശരി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T from R3 to R2 defined by T of x, y, z is equal to x minus 2y, 2x plus y. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മെട്രിക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതിനെ ആദ്യം നമുക്കൊരു മെട്രിക്സ് രീതിയിൽ എഴുതാം. എക്സ് വൈ ഇസഡ് എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് മൈനസ് 2y 2x പ്ലസ് വൈ. ഇങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമ്മുടെ വി എന്ന് പറയുന്ന എന്താണ്? R3 ആണ്. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തുവാ? R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തുവാ അഭിരാമി? 100 010 001 അല്ലേ? ഇതാണ് E1, ഇത് E2, ഇത് E3. ഓക്കെ, ഇത് E1 E2 E3. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ T ഓഫ് E1 നോക്കണം. T ഓഫ് E1 എന്ന് പറഞ്ഞാൽ T ഓഫ് 101 അല്ലേ? അല്ല 100 അല്ലേ? 100 ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയേ. ഇവിടെ 1 മൈനസ് 2 ഇൻറ്റു 0, അപ്പോൾ അത് 1 വരും. പിന്നെ 2x പ്ലസ് ഇത്, അപ്പോൾ 2 വരും അല്ലേ? അതുപോലെ T ഓഫ് E2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? T ഓഫ് 010 എന്ത് വരും? y മാത്രം, -2 1. ഇനി T ഓഫ് E3 എന്താണ്? ഇസഡ് വരുന്നത്. ഇസഡ് വരുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, അപ്പോൾ 0. ഓക്കെ, ഇനി നമുക്ക് ഒന്നുമില്ല. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പെറുക്കി എഴുതുക എന്നുള്ളതേ ഉള്ളൂ. 1 2, രണ്ടാമത്തെ ആള് -2 1, മൂന്നാമത്തെ ആള് 0 കഴിഞ്ഞു. ഓക്കെ ആണോ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതി. ഇനി R3 ആണ് നമ്മുടെ വി, അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതി. അത് E1 E2 E3 മൂന്ന് പേര് കൊടുത്തു. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എഴുതി. ആ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഒരു മെട്രിക്സ് ആക്കി എഴുതി. അത്രയേ ഉള്ളൂ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ. നമുക്ക് R3യിൽ നിന്നും R2ലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. T ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2y പ്ലസ് 5z, 2x പ്ലസ് 3z, 4x പ്ലസ് y മൈനസ് 2z ആണ്. നമുക്കതിനെ എന്ത് എഴുതാം? ആദ്യം നമ്മൾ അതിനെ മെട്രിക്സ് രീതിയിൽ എഴുതി. ഇവിടെയും E1 E2 E3 എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. മൂന്നിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ എടുക്കുക, അത് മെട്രിക്സ് ആക്കി എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയാണ് നമ്മുടെ മെയിൻ ഒരു സാധനം വരാൻ പോകുന്നത്. നോൺ സ്റ്റാൻഡേർഡ് ബേസിസിനെ ആസ്പദമാക്കി നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഇത് ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. അടുത്തലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിത് ടെൻഷൻ ആവാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? എടാ, എന്തെങ്കിലും ഒരു റിപ്ലൈ താടാ പിള്ളേരെ, വെറുതെങ്കിലും പറ. ആരുമില്ല. ശരി, നല്ല ആൻസറുള്ള പിള്ളേരാ.
ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. നോൺ സ്റ്റാൻഡേർഡ് ബേസിസ്. നോൺ സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടി ഫ്രം R2 to R2. ഓക്കെ, R2 to R2 defined by T of x1 x2 is equal to x1 plus x2 comma 2x1 minus x2. 2x1 minus x2. ഒറ്റ മിനിറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ശരി, ഇവിടെ നമുക്ക് ഫൈൻഡ് ദ മെട്രിക്സ് ടി റിലേറ്റീവ് ടു ദി ബേസിസ്. രണ്ട് ബേസിസ് തന്നിട്ടുണ്ട്. ബിയും തന്നിട്ടുണ്ട്. ബി എന്താണ്? 1 2 -1 1. ഓക്കെ, ആൻഡ് ബി ഡാഷ് തന്നിട്ടുണ്ട് 1 0 0 1. രണ്ട് ബേസിസിനെ റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഓൾസോ ഫൈൻഡ് ടി ഓഫ് വി വേർ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം സൊല്യൂഷനിലോട്ട് പോവാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ടി ഓഫ് x1 x2. നമ്മളിത് മെട്രിക്സ് രീതിയിൽ എഴുതാം. നമ്മൾ മുമ്പേ എഴുതുപോലെ തന്നെ x1 പ്ലസ് x2ഉം 2x1 മൈനസ് x2. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ഫസ്റ്റ് ബേസിസിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആണ് V1ഉം സെക്കൻഡ് എലമെൻ്റ് ആണ് V2. അതുപോലെ തന്നെ സെക്കൻഡ് ബേസിസിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് W1ഉം സെക്കൻഡ് എലമെൻ്റ് W2. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് V1 എന്തുവാ? 1 2ഉം V2 എന്താ? -1 1ഉം. ഓക്കെ, ആദ്യം നമ്മൾ ഫസ്റ്റ് ബേസിസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ടി ഓഫ് V1ഉം കണ്ടുപിടിക്കണം, ടി ഓഫ് V2ഉം കണ്ടുപിടിക്കണം. ഓക്കെ, ടി ഓഫ് V1 എന്താണ് കിട്ടുന്നത്? ടി ഓഫ് 1 2. 1ഉം 2 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3ഉം 0ഉം കിട്ടും. അതുപോലെ രണ്ടാമത്തെ ഇട്ട് കൊടുക്കുമ്പോൾ -1 1 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 0 -3 കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം. ആദ്യം നമ്മൾ ഫസ്റ്റ് ബേസിസ് യൂസ് ചെയ്ത് V1ഉം V2ഉം എടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ടി ഓഫ് V1ഉം ടി ഓഫ് V2ഉം കണ്ടുപിടിച്ചു. തീർന്നില്ല. രണ്ടാമത്തെ ബേസിസ് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കുമല്ലോ. രണ്ടാമത്തെ ബേസിസ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടി ഓഫ് V1 റിലേറ്റീവ് ടു ബി ഡാഷ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടി ഓഫ് V2 റിലേറ്റീവ് ടു ബി ഡാഷ്. ഓക്കെ, ഇനി ഇതും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ഈ ഒരു ടി ഓഫ് V1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, അതിനെ വെക്റ്ററായിട്ട് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ടി ഓഫ് V2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ആളിനെയും ഞാൻ ഇവിടെ എഴുതി. എന്തിനു വേണ്ടിയാ? ടി ഓഫ് V2 റിലേറ്റീവ് ടു ബി ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇനിയും ഈ രണ്ടാൾക്കാരെയും രണ്ടാമത്തെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. 0 1ഉം ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. 1 0 പ്ലസ് 0 1. പിന്നെ നമുക്ക് ഇവിടെയും എന്ത് വരും? ഇവിടെ 3 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ -3 വരും. ആണല്ലോ? ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടി ഓഫ് V1 റിലേറ്റഡ് ടു ബി ഡാഷ് എന്ന് പറയുന്നത് 3 0ഉം ഇതിൻ്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, ഇതിൻ്റേത് 0 -3ഉം ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവന്മാരെ രണ്ടുപേരെയും പെറുക്കി എഴുതിയാൽ മതി. 3 0ഉം 0 -3ഉം.
ഓക്കെ, 2 ബേസിസും യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ഓർഡർ ആദ്യം ബിയും പിന്നെ ബി ഡാഷും തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ചെയ്യണം. ആദ്യത്തേത് വെച്ച് V1 V2 എടുത്തിട്ട് ടി ഓഫ് V1 ടി ഓഫ് V2 എടുത്തു. രണ്ടാമത്തേത് വെച്ച് ലീനിയർ കോമ്പിനേഷൻ എഴുതി അതിൻ്റെ മെട്രിക്സ് കണ്ടുപിടിച്ചു. ടി ഓഫ് V1 ടി ഓഫ് V2 വിത്ത് റിലേറ്റീവ് ടു ബി ഡാഷ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അത് രണ്ടും മെട്രിക്സിൽ എഴുതി. ഓക്കെ ആണോ? ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ പറയണം. ആർക്കും ഒരു ഡൗട്ടും ഇല്ല. ഈ 47 പേര് ഓൺലൈൻ ഉണ്ട്. ആർക്കും ഡൗട്ടില്ല? ശരി, ആയിക്കോട്ടെ. ഞാൻ അടുത്തതിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മോഡ്യൂളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Consider the linear transformation T from R3 to R2 defined by T of x, y, z is equal to x minus y. എന്തോ ഒരു സംഭവം കൂടെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നല്ലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതുകൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോവാം. ശരി, ടി ഓഫ് വിയും കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? ടി ഓഫ് വി കണ്ടുപിടിക്കാനുണ്ട്. അതിനകത്ത് വി തന്നിട്ടുണ്ട്, 2, 1 തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ബേസിസും സെക്കൻഡ് ബേസിസും നമ്മൾ യൂസ് ചെയ്യണമല്ലോ. തന്നേക്കുന്ന സാധനം ഏതായാലും നമുക്ക് യൂസ് ചെയ്യാനായിരിക്കുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ അതിനു വേണ്ടി എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി എന്തുവാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ എടുത്തിട്ട് ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതണം. അതായത് 2, 1 നമുക്ക് ഫസ്റ്റ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. 1, 2 പ്ലസ് -1, 1. പക്ഷെ നമുക്ക് ഇവിടെ അറിയത്തില്ല. സ്റ്റാൻഡേർഡ് ആയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് 2, 1 എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇത് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് അവനെ നമുക്ക് ആൽഫ ബീറ്റ എന്ന് വിളിക്കാം. ഈ ആൽഫ ബീറ്റ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആൽഫ മൈനസ് ബീറ്റ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് ഇതിൻ്റെ രണ്ടും കൂടെ എടുത്തു. 1 എന്ന് പറയുന്നത് 2 ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 = 3 ആൽഫ കിട്ടും. ആൽഫ = 1 കിട്ടും. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പം ബീറ്റ = 1 കിട്ടും. അപ്പോൾ ആൽഫയും ബീറ്റയും 1 ആയിട്ട് നമുക്ക് കിട്ടും. അത് അങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത് നമ്മളിവിടെ എന്ന് വെച്ചാൽ, ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വി ഓഫ് ബി ആണ്. ഓക്കെ, വെക്റ്റർ റിലേറ്റീവ് ടു ബി ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ആൽഫ ബീറ്റ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. എന്താണ്? 1ഉം സോറി, ഇത് -1 അല്ലേ? -1 ആണേ, സോറി, -1. ഓക്കെ, 1ഉം -1ഉം. ഓക്കെ, ഇതാണ് നമ്മുടെ വി ഓഫ് ബി കണ്ടുപിടിച്ചു. എന്ത്? ഫസ്റ്റ് ബേസിസ് വെച്ച് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എഴുതി കണ്ടുപിടിച്ച ആളാരാ? വി ഓഫ് ബി ആണ്. ഇനി നമ്മൾ സെക്കൻഡ് ബേസിസ് യൂസ് ചെയ്യാൻ പോവാണ്. അത് എവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ടി ഓഫ് വി = AV ആണല്ലോ. ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം എ എന്ത് കിട്ടി? എ എന്തുമായിരുന്നു? 3 0 0 -3 ആണ്. ഇൻറ്റു
വി ഇപ്പം നമുക്ക് എന്തോ കിട്ടിയേ 1 - 1 ആണ്. ഇവിടെ നമുക്ക് തെറ്റിപ്പോകരുത്. നമ്മൾ ഒരിക്കലും തന്നിരിക്കുന്ന വി അല്ല എഴുതേണ്ടത്. ഫസ്റ്റ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ വി ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം എന്ത് കിട്ടി? 3 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ടും കഴിഞ്ഞില്ല, നമ്മുടെ പരിപാടി തീർന്നില്ല. നമ്മൾ ഫസ്റ്റ് ബേസിസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. സെക്കൻഡ് ബേസിസ് യൂസ് ചെയ്ത് നമുക്ക് ടി ഓഫ് 2 1 നമ്മൾ എന്താന്നാ കണ്ടുപിടിച്ചത്? 3 എന്നല്ലേ കണ്ടുപിടിച്ചത്. ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സെക്കൻഡ് ബേസിസ് എഴുതണം. 1 0 + 0 1 എന്തെഴുതും? അത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. 3 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അപ്പം നമ്മുടെ ടി ഓഫ് 2 1 എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഇതിങ്ങനെ തന്നെ വരണമെന്നില്ല കേട്ടോ. ഈ 1 0 0 1 വരെ വേറെ ആൾക്കാരാണെങ്കിൽ ഇവിടെ വീണ്ടും നിങ്ങൾ ആൽഫ ബീറ്റ അല്ല വേറെ എന്തെങ്കിലും ഇടണം. ആൽഫ 1 ബീറ്റ 1 എന്ന് ഇട്ടിട്ട് അത് കണ്ടുപിടിക്കണം. അതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. എടാ അവിടെ നിങ്ങൾ നോട്ട് എഴുതിയപ്പോൾ ഈസ് ഈക്വൽ ടു 3 എന്നും കൂടെ എഴുതണേ. കാരണം ഈ 3 ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം. അതായത് നിങ്ങൾക്ക് ആദ്യം ഈ ഒരു സംഭവം കിട്ടുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബേസിസ് യൂസ് ചെയ്ത് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ബേസിസ് എടുത്തിട്ട് V1 V2 ആക്കുക. എന്നിട്ട് ടി ഓഫ് V1 ടി ഓഫ് V2 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഏതിൻ്റെ റിലേറ്റീവായിട്ട് എഴുതണം? സെക്കൻഡ് ബേസിസിൻ്റെ റിലേറ്റീവായിട്ട് എഴുതണം. എന്നിട്ട് അത് രണ്ട് മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് എഴുതുമ്പോഴാണ്, അത് കൂട്ടി എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ടി ഓഫ് ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ടി ഓഫ് ഒരു വെക്ടർ കണ്ടുപിടിക്കാൻ ആദ്യം ഫസ്റ്റ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയിട്ട് വി റിലേറ്റീവ് ടു ബി കണ്ടുപിടിക്കുക. അതിനുശേഷം അത് ടി ഓഫ് വി ഇസ് ഇക്വൽ ടു എ വിയിൽ ഇട്ട് കൊടുത്ത് നിങ്ങൾക്കൊരു സംഭവം കിട്ടും. അതിനെ വീണ്ടും ലീനിയർ കോമ്പിനേഷൻ ഓഫ് സെക്കൻഡ് വെക്ടർ എഴുതുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. എന്ത് കിട്ടും? അതിൻ്റെ ആൽഫ 1 ബീറ്റ 1 ഒന്ന് നോക്കാം. ഇതാണ് ആൽഫ 1, ഇതാണ് ആൽഫ 1 ബീറ്റ 1. അത് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കിയാണ് ലാസ്റ്റിലത്തെ ഈ സംഭവം വരുന്നത്. ഓക്കെ, ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, പക്ഷെ നിങ്ങളത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം R3 to R2. ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ, വൈ മൈനസ് ഇസഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫൈൻഡ് ടി ഓഫ് വി ഉണ്ട്, അതെല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് വെച്ച് കണ്ടുപിടിക്കാനൊന്നും ഇല്ലല്ലോ. E1 എന്ന് പറയുന്നത് 1 0 0, E2 എന്ന് പറയുന്നത് 0 1 0, E3 എന്ന് പറയുന്നത് 0 0 1. ടി ഓഫ് E1 എന്ത് വരും? ടി ഓഫ് E1 എക്സിൻ്റെ മാത്രം പോരെ, അപ്പോൾ 1 0 വരും. ടി ഓഫ് E2 എന്ത് വരും? ടി ഓഫ് E2 വൈയുടെ മാത്രം -1 1 വരും. ടി ഓഫ് E3 എന്ന് പറയുമ്പം ഇസഡിൻ്റെ മാത്രം വരും. അപ്പം എന്ത് വരും? 0 -1 വരും. ഇനി എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടി എഴുതിയാൽ മതി. 1 0 -1 1 0 -1. ഇത്രേ ഉള്ളൂ. ആൻസർ കിട്ടി. ഈ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മറ്റേതാണ് ഇച്ചിരി പാട്. അത് ആ ഓർഡർ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, കാണാതെ പഠിക്കുക. അപ്പം നമുക്ക് രണ്ടാമത്തെ ബി പാർട്ട് നോക്കാം. അവിടെ നമ്മുടെ V1 എന്താണ്? ഫസ്റ്റ് ബേസിസ് നിങ്ങൾ നോക്കിയേ, 1 1 1. അപ്പം V1 1 1 1. V2 എന്താണ്? 1 1 0. V3 എന്താണ്? 0 1 1. ഓക്കെ, അതുപോലെ W1 എന്താണ്? 1 1.
W2 എന്താണ്? 2 1. ഇതൊക്കെ അങ്ങ് എഴുതിക്കോണേ. ഇതൊക്കെ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുള്ളത് തലയിൽ വരും. പിന്നെ നമുക്ക് ടി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ, വൈ മൈനസ് ഇസഡ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി നമ്മൾ എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ബേസിസ് യൂസ് ചെയ്ത് ടി ഓഫ് V1 കണ്ടുപിടിക്കണം, ടി ഓഫ് V2 കണ്ടുപിടിക്കണം, ടി ഓഫ് V3 കണ്ടുപിടിക്കണം. മനസ്സിലായി? ഇങ്ങനെ വേണം പഠിക്കാൻ. ടി ഓഫ് V1 എന്ത് വരും? ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ആണ് മേളിൽ വരുന്നത്. എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പം 0 വരും. പിന്നെ ഇങ്ങനെ എഴുതിയാലും മതി, 0. ഓക്കെ, അടുത്തത് വൈ മൈനസ് ഇസഡ്. വൈ മൈനസ് ഇസഡ് വരുമ്പം എന്ത് വരും? അതും 0 വരത്തില്ലേ? 0 വരും. ഇനി അടുത്തത് V2ൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പം 0,1 വരും. അടുത്തത് V3യുടെ എടുക്കുമ്പം -1ഉം 0യും വരും. ഓക്കെ, ടി ഓഫ് V1, ടി ഓഫ് V2, ടി ഓഫ് V3 കിട്ടി. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇനി അടുത്തത് നമുക്ക് ടി ഓഫ് V വിത്ത് റെസ്പെക്ട് ടു B ഡാഷ് റിലേറ്റീവ് ടു B ഡാഷും, ടി ഓഫ് V റിലേറ്റീവ് ടു V1 V2ഉം, ടി ഓഫ് V3 റിലേറ്റീവ് ടു B ഡാഷും കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തുവായിരുന്നു ചെയ്യുന്നത്? നിങ്ങൾ ഇവിടോട്ടൊന്ന് നോക്കിയാലും മതി. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു? ഫസ്റ്റ് എടുക്കുക 0 0. 0 0നെ ഏതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതണം? 1 1ഉം പ്ലസ് 2 1ഉം. അതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതി ഏതായാലും 0യും 0യും അല്ലേ? അപ്പോൾ ഈ മെട്രിക്സ് എന്ത് വരും? 0 0 വരും. ഇനി അടുത്ത ആളിനെ നോക്കുക. ഏതാ? 0 1. അതിനെ 1 1ൻ്റെയും 2 1ൻ്റെയും എടുക്കണം. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് 0 ആണ്. സെക്കൻഡ് എന്താണ്? 1 ആണ്. അപ്പം നമുക്ക് എന്ത് വരും? ഇത് 2ഉം എന്ത് വരും ഇവിടെ? 2ഉം -1ഉം വരും അല്ലേ? 2ഉം -1ഉം. അപ്പം ശരിയായില്ലേ? 2 -2 വരുമ്പോൾ 0, 2 -1 വരുമ്പോൾ 1. യെസ്. അപ്പം 2 -1. അടുത്തത് നോക്കുക. -1 0, 1 1ൻ്റെയും 2 1ൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പം -1 വരണമെങ്കിൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ പോരെ? അപ്പം ഇത് 1ഉം -1ഉം. അപ്പം ഇത് 1 -1. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മറ്റേ ആൽഫ ഇട്ട് ചെയ്താലും മതി കേട്ടോ. ആൽഫ ബീറ്റ ഇട്ടിട്ട് ചെയ്ത് നോക്കിയാലും മതി, വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കിയാലും മതി. അപ്പം നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് വന്നു? എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് വന്നു? ഈ വന്ന ആൾക്കാരെ എല്ലാം ഒന്ന് പെറുക്കി എഴുതിയാൽ മതി. 0 0, 2 -1, 1 -1. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയില്ലേ? ആദ്യം എന്താണ്? നിങ്ങൾ ആ ഓർഡർ പഠിക്കുക മക്കളെ, അതാണ് വേണ്ടുന്നത്. ഫസ്റ്റ് ബേസിസ് യൂസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന്, സെക്കൻഡ് ബേസിസ് യൂസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും പഠിക്കുക. ഓക്കെ, സംശയമുണ്ടോ? ഇതോ? അതാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇവിടെ ഇട്ട് കൊടുത്തു നോക്കാം, നമ്മൾ ട്രയൽ ആൻഡ് എറർ പോലെ ഇട്ട് കൊടുത്തു നോക്കിയിട്ട് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് അത് സംശയമാണെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങനെ, ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് അത് വന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ 0 1 ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 1 പ്ലസ് ബീറ്റ ഇൻറ്റു 2 1. നിങ്ങൾ വർക്കിംഗ് കോളത്തിലോട്ട് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 0 1 ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 2 ബീറ്റ കോമ എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ വരും അല്ലേ? അപ്പോൾ എന്താണ്? ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് പറയുന്നത് 0യും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1ഉം വരും. ആൽഫ പ്ലസ് ബീറ്റ 1 എന്ന് പറയുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു, എവിടെയോ തെറ്റിയല്ലോ, 1 1ഉം 2 1ഉം 1 0. ആൽഫ 2ഉം ബീറ്റ -1ഉം.
നോക്കട്ടെ. അല്ലല്ലോ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ആൽഫ പ്ലസ് 2 ബീറ്റ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബീറ്റ. അല്ല, നിങ്ങൾ അല്ലാതെ നോക്കിയാലോ. ആൽഫ പ്ലസ് 2 ബീറ്റ ഇസിക്വൽ ടു 0യും ആൽഫ പ്ലസ് ബീറ്റ ഇസിക്വൽ ടു 1. അത് മൈനസ് ചെയ്തപ്പം ബീറ്റ ഇസിക്വൽ ടു -1 വന്നല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പം ആൽഫ ഇസിക്വൽ ടു ആൽഫ മൈനസ് 1 ഇസിക്വൽ ടു 1, ആൽഫ ഇസിക്വൽ ടു 2 കിട്ടി. കണ്ടോ? നിങ്ങളിത് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കിയാലും മതി. ഇതേണ്ട ഈ സാധനം ആൽഫയും ബീറ്റയും ഇട്ട് കൊടുത്തിട്ടേ അതെന്ത് കിട്ടുമെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ വെച്ച് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഇത്രയും ചെയ്യണമെന്നില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇനി ഇത്രയും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താണ്, തീർന്നില്ല, ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്. എന്താണ്? ടി ഓഫ് വിയുടെ സംഭവം കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് വി എന്ന് പറയുന്നത് 2, 4, 6 ആണ് കിട്ടിയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2, 4, 6നെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ബേസസ് എഴുതണം. 1, 1, 1ൻ്റെയും 1, 1, 0യുടെയും 0, 1, 1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്. നമുക്ക് പക്ഷേ ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ആൽഫ ബീറ്റ ഗാമ എന്ന് ഇട്ടു. എന്നിട്ട് നിങ്ങൾ മറ്റേ ഇപ്പം കണ്ടുപിടിച്ചില്ലേ, ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ എന്ത് കിട്ടും? 4 കിട്ടും, ബീറ്റ -2 കിട്ടും, ഗാമ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ അതെന്താണ് വരുന്നത്? വി റിലേറ്റീവ് ടു ബി ആണ്. 4 -2 2 കിട്ടും. ആ പണി കഴിഞ്ഞില്ല. ഇത് ഫസ്റ്റ് ബേസിസ് യൂസ് ചെയ്തുള്ള പരിപാടിയേ കഴിഞ്ഞുള്ളൂ. സെക്കൻഡ് ബേസിസ് യൂസ് ചെയ്യാൻ ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി എടുത്തു. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിപ്പോൾ കിട്ടി. 0, 2, 1, 0, -1 ഇൻറ്റു 4 -2 2 എന്ത് കിട്ടും? -2 0 കിട്ടും. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ടി ഓഫ് 2, 4, 6 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓൾറെഡി നമുക്കിവിടെ കിട്ടി. ഏതാ? ഈ സാധനമാണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിനെ എഴുതുക. എന്താണ്? -2 0 ആണ്. ഈ -2 0നെ നമുക്ക് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഇതായിട്ട് എഴുതണം. സെക്കൻഡ് ബേസിസ് ഏതാ? 1, 1ഉം 2, 1ഉം. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എങ്ങനെ എഴുതും? നോക്കിക്കേ, -2ഉം 0യും ആണ്. 0 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ 0 ആകും. പക്ഷേ അത് പറ്റത്തില്ല, കാരണം ഇപ്പുറത്താവത്തില്ല. അപ്പം നിങ്ങൾ ആൻസർ ഞാൻ ഇത് കണ്ടോണ്ട് ഞാനങ്ങ് പറയുവാണേ. -2ഉം 0യും -2ഉം 0 ഇട്ടാൽ -2 + 0 -2 കിട്ടും. മറ്റേ -2 പ്ലസ് ഇത് -2 കിട്ടും. അപ്പം ഈ കിട്ടിയ ആൻസറാണ് എന്തെന്ന് പറയുന്നത്? ടി ഓഫ് 2, 4, 6 എന്ന് പറയുന്നത് എന്താണ്? -2 -2. ഓക്കെ, ഇതിൻ്റെ ആൻസർ അല്ലായിരുന്നു കിട്ടിയ കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കോർഡിനേറ്റ്സ് അല്ലേ, കോർഡിനേറ്റ്സ് ഇട്ട് കൊടുക്കുക. -2ഉം 0യും ഇട്ട് കൊടുക്കുക കേട്ടോ. -2ഉം 0യും ഇട്ട് കൊടുക്കുമ്പോൾ ബേസിസിനകത്ത് -2ഉം 0യും ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ അതാണ് കേട്ടോ ആൻസർ. സോറി, എൻ്റെ മിസ്റ്റേക്കാണേ. ഇവിടെ -2ഉം 0യും കിട്ടിയത്, അതായത് ടി ഓഫ് വി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, ഒരു മെട്രിക്സ് അല്ലേ കിട്ടുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി സെക്കൻഡ് ബേസിസിലോട്ട്. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഇവിടെ തീർന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.